പൊളിക്കുകയാണ്. ഇതിപ്പം ഹാൻഡിൽ വിത്ത് കെയർ ഫ്രജൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് ടോണറായിരിക്കും. യെസ്, അപ്പം നമ്മളെ ഡോട്ട് ആൻഡ് കീൻ്റെ ടോണറാണ്. കട്ട് ചെയ്യാല്ലേ. സോ ഇത് ആക്ച്വലി ബോട്ടിൽ കുപ്പിയല്ല കേട്ടോ. എനിക്ക് ഡോട്ട് ആൻഡ് കീൻ്റെ ഞാൻ റെറ്റിനോളിൻ്റെ നൈറ്റ് ക്രീമൊക്കെ മേടിച്ച സമയത്ത് അത് ഗ്ലാസ് ബോട്ടിലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ അങ്ങനെ വല്ലതാണ്. പൊട്ടത്തൊന്നുമില്ല, ബട്ട് ലുക്സ് നൈസ്. സോ ആക്ച്വലി ഞാനിത് പൊളിക്കുന്ന സമയത്ത് നമ്മൾ പൂച്ചക്കുട്ടികൾ അതിനുള്ള ഫുഡാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്ത് സാധനങ്ങൾ വരെ മറന്നുപോയി. സോ എനിക്ക് തോന്നുന്നു ഞാൻ മിന്ത്രയ്ക്കകത്ത് ഓർഡർ ചെയ്തതിൽ ഓക്കെ. ഇത് നമ്മളെ ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ള സാധനമാണ്. പോൺസിൻ്റെ ഫേസ് പൗഡർ. ഇത് ലൂസ് പൗഡറാണ്. നമ്മൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് 2 ഷെയ്ഡിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് റോസ് ഗോൾഡും അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡുമാണിത്. എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ചും കൂടെ ഒരു നാച്ചുറൽ BB ഗ്ലോ എന്നുള്ള ഷെയ്ഡാണ്. പിങ്ക് ഗ്ലോയിലും ഇത് അവൈലബിളാണ്. അപ്പം ഞാൻ കല്യാണത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ചും കൂടെ മാറ്റ് ഫിനിഷിൽ വരുന്ന കുറച്ചും കൂടെ ഒരു എന്താ പറയുക ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് പിങ്ക് ഗ്ലോനേക്കാളും നൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും പിങ്ക് ഗ്ലോ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് യൂസ് ആവുക. ഇത് കുറച്ചും കൂടെ പകലുള്ള വെളിച്ചത്തിലൊക്കെ കാണാൻ ഈ ഒരു ഷെയ്ഡായിരിക്കും ബെറ്റർ. ഞാൻ വേറെ കുറേ റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ. സോ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്, നമ്മുടെ അടുത്ത ഐറ്റം ഇത് നൈക്കിൻ്റെ പിങ്ക് സമ്മർ സെയിലിൽ എടുത്തിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് ആക്ച്വലി മാക്കിൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ്. ഇതാണ് മാക്കിൻ്റെ ഫിക്സിങ് സ്പ്രേ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ 3 സൈസിൽ അവൈലബിൾ ആണ്. ഞാൻ ഏറ്റവും ചെറുതാണ് മേടിച്ചത്. കാരണം ഞാൻ മേക്കപ്പ് ഭയങ്കര റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഒരു 2 or 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ അത്രേ എനിക്ക് ആവശ്യം വരുള്ളൂ. സോ ഞാൻ ഏറ്റവും ചെറുത്, എനിക്ക് തോന്നുന്നു ഇത് 15 ml സാധനമാണ്. ഇതിൻ്റെ 30 ml വരുന്നുണ്ട്, അതേപോലെ തന്നെ 100 ml വലിയ ബോട്ടിലും വരുന്നുണ്ട്. ഇതും ഞാൻ പിങ്ക് സമ്മർ സെയിലിൽ ഏകദേശം ഒരു 700 ആ ഒരു റേറ്റിലാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഒറിജിനൽ പ്രോഡക്റ്റ് റേറ്റ് ഇതിനകത്ത് വരുന്നത് 850 ആണ്. പക്ഷേ 850 അല്ല, ഞാൻ ഏകദേശം 700 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സാധനം എടുത്തത്. സോ പിങ്ക് സമ്മർ സെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് മിനിമലിസ്റ്റിൻ്റെ ഹെയർ റിപ്പയർ സെറമാണ്. ഞാൻ ഹെയർ കുറച്ചായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പം സ്വെറ്റായി കഴിഞ്ഞാലും ഹെയർ അത്ര മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ പേർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. ആൻഡ് പിന്നെ ഒരു കോട്ടൺ മേക്കപ്പ് റിമൂവിങ് കോട്ടൺ, പിന്നെ മേക്കപ്പ് റിമൂവിങ്ങിന് വേണ്ടി മാത്രമല്ല ക്ലെൻസിങ് വാട്ടറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മേക്കപ്പ് അത്ര ഓഫനായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല.
സ്റ്റിൽ മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് എനിക്കത് റിമൂവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതൊരു ഷിമ്മർ സ്പ്രേ ആണ്. ആക്ച്വലി മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വിത്ത് ഗ്ലോ ആണ്. എനിക്കൊരു ഗ്ലാസ് ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം റെവല്യൂഷൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് കണ്ടത്. സോ ഞാൻ മേടിച്ച് നോക്കി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 795 ആണ്. നൈക്കയിൽ ആ ഒരു സെയിലിൻ്റെ ടൈമിലാണ് കേട്ടോ ആ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ചൊരു സോർ ത്രോട്ടാണ്, അപ്പോളജീസ്. ആൻഡ് നെക്സ്റ്റ് മിനിമലിസ്റ്റിൻ്റെ തന്നെ ഫേസിൽ വേണ്ടിയിട്ടുള്ള സാലിസിലിക് ആസിഡിൻ്റെ സെറാണ്. ഇത് ബ്ലാക്ക് ഹെഡ്സ് അതേപോലെ തന്നെ ഫേസിൽ ആക്നി മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആക്റ്റീവ് ആക്നിക്ക് വേണ്ടിയിട്ടൊക്കെ ഓർഡർ ചെയ്തതാണ്. ബിക്കോസ് എൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടും, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ഈ ഒരു സിറം മസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓൾസോ ഈ ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ പീൽ ഓഫ് അങ്ങനത്തെ സാധനങ്ങളാണ് ബെറ്റർ എന്ന് ഞാൻ കണ്ടു, റാദർ ദാൻ ഫിസിക്കൽ നമ്മുടെ സ്ക്രബ്. പിള്ളേരെ പിന്നെ ഫുൾ ടൈം എന്ത് പാക്കറ്റ് കിട്ടിയാലും എന്ത് പൊതി കിട്ടിയാലും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇത് പിന്നെ നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ 2 പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മിനിമലിസ്റ്റ് അവരൊരു വൈറ്റമിൻ സിൻ്റെ ഒരു സിറം അത് ഫ്രീ കിട്ടി. അടുത്ത നമ്മുടെ ഐറ്റം ഇൻസൈറ്റിൻ്റെ ചീക്ക് ടിൻ്റാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ഫേസിൽ എങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞാൻ മേക്കപ്പ് ട്യൂട്ടോറിയൽ നോക്കി പഠിച്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഐ ഡോണ്ട് ഈവൻ നോ ടു ഓപ്പൺ ഇറ്റ് ആക്ച്വലി. അത്രയും കോമഡിയാണ് അവസ്ഥ. മേക്കപ്പൊക്കെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം കുറവാണെന്ന് തോന്നി. അടുത്ത എഗെയിൻ മിന്ത്രയിൽ ബാക്കി ഉണ്ടായിരുന്ന 2 ഐറ്റംസാണ്. ഒന്ന് മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാരയും അതേപോലെ തന്നെ റെനീൻ്റെ കാജലും ആയിരുന്നു വരാനുണ്ടായിരുന്നത്. അത് രണ്ടും എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അടുത്ത 2 ഐറ്റം എത്തിയിട്ടുണ്ട്. ഇത് റെനീയുടെ മിഡ്നൈറ്റ് കോൾ പെൻസിൽ കാജലാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്തൊക്കെ ലാസ്റ്റ് എൻ്റെ കണ്ണിൽ നിന്ന് എങ്ങനെയായാലും സ്പ്രെഡ് ആവാറുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഓർഡർ ചെയ്തതാണ്. എന്തായാലും ഒരു 8 hours ഞാൻ ഗ്യാരണ്ടി പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് ആണെങ്കിലും എത്ര കാജൽ സ്പ്രെഡ് ആവുന്നവരാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും ഒരു 8 hours നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 407 ആണ്. ഞാൻ മിന്ത്രയിൽ, ബിക്കോസ് മിന്ത്രയിൽ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ നൈക്കയിലും മിന്ത്രയിലും ആമസോണിലും ഓർഡർ ചെയ്തത് പ്രൈസ് ചെക്ക് ചെയ്തിട്ട് 3 എണ്ണം ചെക്ക് ചെയ്ത് ഏതിലാണ് കുറവ് നോക്കിയിട്ടാണ് എല്ലാ പ്രോഡക്ട്സും ഓർഡർ ചെയ്തത്. മേബിലിൻ്റെ സ്കൈ ഹൈ ആണെങ്കിൽ നൈക്കനെ കമ്പയർ ചെയ്തപ്പോൾ മിന്ത്രയിൽ കുറവായിരുന്നു. സോ ഐ ഓർഡർഡ് ഫ്രം മിന്ത്ര. 670 ആ റേറ്റിലാണ് ഞാൻ മസ്കാരയും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്കൊരു ഇനിയിപ്പോൾ എനിക്ക് വരാനുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് സൂപ്പറാണ്. അതും എനിക്ക് തോന്നുന്നു ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് എത്തും. ഇതാണ് നമ്മുടെ കോൾ പെൻസിൽ അല്ലെങ്കിൽ കാജൽ റെനിയുടെ. ഓൾസോ ഇതിനകത്ത് തന്നെ അതിൻ്റെ ഷാർപ്പനറും ഉണ്ട് കേട്ടോ. സോ ഇത്രയാണ് പ്രോഡക്റ്റ്. സോ റോമൻറ്റീൻ്റെ ന്യൂ കരാമിയ ഷെയ്ഡിലുള്ള ജ്യൂസി ലാസ്റ്റിംഗ് ടിൻറ്റ് അതും കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ഐറ്റമാണ് കേട്ടോ. ബിക്കോസ് റോമൻറ്റീൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ തപ്പി മടുത്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ മിന്ത്രയിലൊന്നും ഇത് അവൈലബിൾ അല്ല. നൈക്കയിലും എനിക്ക് തോന്നുന്നു ആമസോണിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് നൈക്കയിൽ നിന്നാണ്. ഷെയ്ഡ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് നൈക്കയിൽ 860 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ആമസോണിൽ ഇത് 792 ആ ഒരു റേറ്റിനൊക്കെ 769 ആ ഒരു റേറ്റിനൊക്കെ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ഷെയ്ഡിന് ഡിഫറെൻറ്റ് റേറ്റാണ് ആമസോണിൽ വരുന്നത്. ആൻഡ്
ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നോക്കിയപ്പോഴാണ് അത് ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇതൊന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ ഞെട്ടിപ്പോയിട്ടു. റെഡ് ഷെയ്ഡ് എന്ന് വിചാരിച്ചു, ബട്ട് അല്ല, ഗുഡ് നല്ലൊരു കൊറിയൻ മേക്കപ്പ് ബ്രാൻഡ്. ബിക്കോസ് അതിൻ്റെ ലിപ് ടിൻറ്റ് ആണെങ്കിലും ഇങ്ങനത്തെ ഷെയ്ഡ് ഷാഡോസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര സെറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇന്നിപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു കോളേജിൽ ഇരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ റൂമിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ദിവസം ഇവിടെ ആക്ച്വലി ഒരു നൈറ്റ് വെച്ച് മറന്നായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടത്, കുറച്ച് സുഖമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ റൊമാൻറ്റിൻ്റെ ആ ഒരു ഐറ്റം വന്നതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആക്ച്വലി യൂസ്ഡ് എ റോങ് ഷെയ്ഡ് ഓഫ് ലിപ്പ് ലൈനർ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രമാണ് റിഗ്രറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു ലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് ആ ഷെയ്ഡ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അതിന് ശേഷം ഞാൻ ലിപ്പ് ലൈനർ ഇല്ലാതെ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിരുന്നു ഷെയ്ഡ്. അതിൻ്റെ ടെക്സ്ചറൊക്കെ കൊള്ളായിരുന്നു. ഞാൻ ആക്ച്വലി ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച റോമൻറ്റിൻ്റെത് മാത്രം. ബട്ട് എനിക്ക് തോന്നി എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ആഡ് ചെയ്യാം. ആൻഡ് കുറച്ചും കൂടെ പ്രോഡക്റ്റ്സ് വരാനും ഉണ്ട്. സോ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഒരു വെഡ്ഡിങ് വ്ളോഗ് പോലെ, ഐ മീൻ ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത് കൊള്ളാമായിരുന്നു. ഷെയ്ഡാണെങ്കിലും അതിൻ്റെ ടെക്സ്ചറാണെങ്കിലും കറക്റ്റ് ആ ഒരു ഗ്ലോയിങ് എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. സോ ഇറ്റ് വാസ് നൈസ്. enjoyed the video. Also നിങ്ങൾക്ക് പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. ആൻഡ് ഇതിൻ്റെ മോസ്റ്റ്ലി സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് തന്നെ ആയിരിക്കും അധികം ഇനി വരാൻ പോകുന്ന വ്ളോഗുകൾ. അതെല്ലാം നിങ്ങൾക്ക് വേറെ വല്ല സജഷനും എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ കോമെൻറ്റ് ഡൗൺ ഇൻ ദ കോമെൻറ്റ് ബോക്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സ്കിൻ കെയറും അതേപോലെ തന്നെ മേക്കപ്പ് റൂട്ടീനും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഓൾസോ നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ എനിക്ക് സജഷൻസ് പറഞ്ഞുതരാം. ബൈ.